അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് അല്ലാതെ പോലെ ഇന്ന് നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കണ്ടവരെല്ലാവർക്കും മനസ്സിലായി കാണും ഹെഡ് ഷോട്ട് എങ്ങനെയാണ് കറക്റ്റ് പാത്ത് ഓഫ് ഹെഡ് ഷോട്ട് പഠിക്കുക എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ടിപ്സ് ആൻഡ് ട്രിക്കൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. വലിയ വലിയ പ്ലെയേഴ്സൊക്കെ ഉണ്ടാവും. ചിലർ ഇപ്പോൾ പാനൽ യൂസ് പ്ലെയേഴ്സ് ഉണ്ടാവും, ഫയൽ യൂസ് പ്ലെയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇന്ന് പറയാമെന്ന് വെച്ചാൽ ബിഗിനർ ഫ്രണ്ട്ലി ടിപ്സാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാത്ത് ഓഫ് ഹെഡ് ഷോട്ടാണ്. കറക്റ്റ് പാത്ത് ഓഫ് ഹെഡ് ഷോട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് എനിമി കളിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ട്രെയിനിങ്ങിൽ പോയി കളിക്കില്ലേ, അത് സത്യം പറഞ്ഞൊരു മണ്ടത്തരാണ്. അതിൽ കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ മാച്ച് സെലക്ഷനാണ്. നമ്മൾ ഹെഡ് ഷോട്ട് പഠിക്കാൻ ഭൂരിഭാഗം പേരും ചെല്ലുന്നത് നമ്മുടെ സ്വന്തം ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ടാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു മണ്ടാത്തരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സി ട്രൈപ്പ് ഡാഗ് പഠിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ അടി വരും. അപ്പോൾ നമ്മൾ ചാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് കുത്തിപ്പിടിക്കാൻ നോക്കും. സത്യമാണ്, ഞാനും ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ പോയി ഹെഡ് ഷോട്ട് അടിക്കാൻ പഠിക്കരുത്. മാക്സിമം CS കളിക്കുക, ഫ്ലാഷ് സ്ക്വാഡ് അല്ലെങ്കിൽ CS റാങ്ക്ഡ് കളിക്കുക. അപ്പോൾ നിങ്ങളുടെ കളി അതുവഴി ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഒട്ടും അടുത്ത കാര്യമില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ട്രെയിനിങ് തന്നെയാണ് കേട്ടോ. ഫോർമുലയാണ് പറയുന്നത് 3-1 എന്ന് വെച്ചാൽ 3 ക്ലാഷ് സ്ക്വാഡ് ഓർ CS റാങ്ക്ഡ്, അത് കഴിഞ്ഞിട്ട് 1 ബാറ്റിൽ റോയൽ ഓർ BR റാങ്ക്ഡ് കളിക്കുക. മനസ്സിലായോ? അതുവഴി നിങ്ങളുടെ കളി എത്രത്തോളം ഇമ്പ്രൂവ് ആവും, അത് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്പർ 3 ആൻഡ് ഫൈനൽ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 GB റാമാണ്. എൻ്റെ ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 GB റാം തന്നെയാണ്. എനിക്ക് 2 ഫോണുകളുണ്ട്, ഒന്ന് 4 GB റാമിൻ്റെയും പിന്നെ 3 GB റാമിൻ്റെയും. എൻ്റെ കൂട്ടുകാരൻ പറയുകയാണെങ്കിൽ 3 GB റാമിൻ്റെ നല്ലതെന്ന് വെച്ചാൽ അത് നമ്മൾ വെച്ചു, പക്ഷേ എനിക്കത് വർക്കായില്ല, അവനത് വർക്കാം. കാരണം രണ്ടുപേരുടെ ഫോണിൻ്റെ സ്പെക്ക് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം സെൻസിറ്റിവിറ്റി സെറ്റാക്കുക. വേറെ യൂട്യൂബേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റി വെച്ചിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് വെച്ചാൽ എനിക്കത് മണ്ടത്തരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ട് വരുന്നതായിരിക്കും, അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ബൈ.